ഹലോ സ്റ്റുഡൻസ്, നമുക്ക് ഈ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന ടോപ്പിക്കിൽ ഈ ഒരു ടോപ്പിക്കും കൂടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കും കൂടെ. ഇത് ആക്ച്വലി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ വർക്കിംഗ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഈ സെൻട്രൽ എയർ കണ്ടീഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ മെയിൻ കമ്പോണൻസ് എന്തൊക്കെയാണ്, പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും എന്തൊക്കെയാണ്, ഇത് മാത്രം നമുക്ക് പഠിച്ചാൽ മതി. ഇത് 10 മാർക്സിനൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. മേ ബി 4 or 5 മാർക്സിനെ ചോദിക്കുകയുള്ളൂ. നമ്മുടെ ബെഞ്ചമിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് ഒരു 1 പാരഗ്രാഫ് മാത്രമേ ഇതിനെപ്പറ്റി കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ ബാലചന്ദ്രൻ സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലാണ് ഈ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും അതിലുള്ള കമ്പോണൻസിനെ പറ്റിയെല്ലാം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഈ സിസ്റ്റത്തിനെ പറ്റി പഠിച്ചാൽ മതി. അല്ലാതെ ഡീറ്റെയിൽഡ് വർക്കിംഗ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഡീറ്റെയിൽഡ് വർക്കിംഗ് ഒന്നും എക്സാമിന് ചോദിക്കത്തില്ല. കാരണം ഡീറ്റെയിൽഡ് വർക്കിംഗ് പഠിക്കാൻ തന്നാൽ ഒരുപാടുണ്ട്, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ സെൻട്രൽ എയർ കണ്ടീഷൻ സിസ്റ്റം അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ സിസ്റ്റം എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വച്ചാൽ, ഈ സാധാരണ വലിയ വലിയ ബിൽഡിങ്സിൽ അല്ലെങ്കിൽ വലിയ വലിയ ഷോപ്പിംഗ് മാളുകളിൽ അല്ലെങ്കിൽ വലിയ വലിയ ടെക്സ്റ്റൈൽസ്, ഇവിടെയൊക്കെയാണ് ഈ സെൻട്രൽ എയർ കണ്ടീഷൻ സിസ്റ്റം അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് AC യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ എക്സാമ്പിളായിട്ട് ട്രിവാൻഡ്രത്ത് തന്നെ പോത്തീസ് ഉണ്ട്, അല്ലെങ്കിൽ രാമചന്ദ്രൻസ്, MOT മാൾ ഓഫ് ട്രാവൻകൂർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്നൊക്കെ പറയുന്ന വളരെ വലിയ ഷോപ്പിംഗ് സെൻറ്റേഴ്സാണ്, വലിയ കെട്ടിടങ്ങളാണ്, 5-6 നിലയൊക്കെയുള്ള കെട്ടിടങ്ങളാണ്, ലാർജ് ഏരിയ ഉണ്ട്. അപ്പോൾ 5-6 നില മാത്രമല്ല, അത് തന്നെ വളരെ ലാർജ് ഏരിയ ഉള്ള ഓരോ ഫ്ലോറും എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എയർ കണ്ടീഷനിങ് ചെയ്യാനായിട്ട് അതിലുള്ള ഓരോ സെക്ഷനിലും ഓരോ AC കൊണ്ട് തന്നെ ഫിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഓരോ സെക്ഷനിലും ഓരോ AC വെച്ച് ഫിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഇതുമാണ്. മാത്രമല്ല അത്രത്തോളം പ്രാക്ടിക്കലും അല്ല. അപ്പോൾ അങ്ങനത്തെ കേസുകളിലൊക്കെയാണ് ഈ സെൻട്രലൈസ്ഡ് AC എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നത്. സെൻട്രലൈസ്ഡ് AC എന്ന് പറഞ്ഞാൽ ആ ബിൽഡിങ്ങിന് മൊത്തമായിട്ട് ഒരു എയർ കണ്ടീഷൻ സിസ്റ്റം അവരുണ്ടാക്കിയെടുക്കും. അതിനെയാണ് സെൻട്രലൈസ്ഡ് AC എന്ന് പറയുന്നത്. അപ്പം ഈ സിസ്റ്റത്തിൽ ഓരോ ഇൻഡിവിജ്വൽ AC ആ ഡിവൈസ് കൊണ്ട് ഓരോ റൂമിലായിട്ട് ഫിക്സ് ചെയ്യുന്ന ആ രീതിയല്ല, പകരം സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു സെക്ഷൻ കാണും. ആ ബിൽഡിങ്ങിൽ ഒരു വലിയൊരു റൂം ഉണ്ടായിരിക്കും. അതാണ് AC ആയിട്ട് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ വെച്ച് ഈ എയറിനെ കണ്ടീഷൻ ചെയ്യും. എയറിനെ കണ്ടീഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ബിൽഡിങ്ങിലുള്ള എയറിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യുന്നു. കറക്റ്റ് ഹ്യൂമിഡിറ്റി, വാട്ടർ വേപ്പറിൻ്റെ കണ്ടൻറ്റ് കൺട്രോൾ ചെയ്യുന്ന, ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യുന്ന ആ പ്രോസസ്സ്. പിന്നെ വേറെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യുന്നു. വേറെ എന്തെങ്കിലും സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുന്നു. അങ്ങനെ റിമൂവ് ചെയ്ത് അതിൻ്റെ കറക്റ്റ് ടെമ്പറേച്ചറും ആക്കി. എയർ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നതും അതിൻ്റെ അകത്ത് വരും. അങ്ങനെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത കണ്ടീഷൻഡ് എയറിനെ ഈ ഡക്റ്റ് വഴി ഈ ബിൽഡിങ്ങിൻ്റെ ഓരോ സെക്ഷനിലായിട്ട് എത്തിക്കും. ഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ പാസേജിനെയാണ് ഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് മേ ബി നിങ്ങൾ നേരിട്ട് കണ്ടു കാണും, അല്ലെങ്കിൽ ഹോളിവുഡ് മൂവീസിലൊക്കെ ഒരുപക്ഷെ കണ്ടു കാണും. നമുക്ക് പറഞ്ഞു വരുമ്പോൾ ഒരു മെലിഞ്ഞ ഒരു ആക്ക് ഒരു മനുഷ്യന് തന്നെ പോകാൻ കഴിയുന്ന, ഇങ്ങനെ ഇഴഞ്ഞു പോകാൻ കഴിയുന്ന അത്രത്തോളം വലിപ്പമുള്ള ഒരു പാസേജാണ് ഈ ഡക്റ്റുകൾ എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ഈ ഡക്റ്റുകൾ ഈ ഷേപ്പിൽ കാണാം. നമുക്ക് ഈ കടകളിലൊക്കെ ചിലപ്പോൾ ഈ ഷേപ്പിലുള്ള വിൻഡോ, ചെറിയൊരു വിൻഡോ മുകളിലായിട്ട് കാണുന്നത്. ഇതെല്ലാം ഡക്റ്റിൻ്റെ ഓപ്പണിങ്സ് ആണ് ഈ കാണുന്നതല്ല. അപ്പോൾ ഇതിലൂടെയാണ് തണുത്ത എയർ ആ റൂമിൻ്റെ അകത്തേക്ക് പോകുന്നത്, വരുന്നത്. നമ്മുടെ പോത്തീസിൽ ചെന്നാലോ അല്ലെങ്കിൽ ഇവിടെ രാമചന്ദ്രൻസിലോ അല്ലെങ്കിൽ MOTയിലൊക്കെ മാൾ ഓഫ് ട്രാവൻകൂറിലൊക്കെ ചെന്നാൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഓരോ പാസേജ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറിയ വിൻഡോസ് ഓരോ റൂമിൻ്റെ മുകളിലത്തെ ഏരിയയിലായിട്ട് കാണും. അപ്പോൾ അതുവഴിയാണ് ഈ തണുത്ത എയർ റൂമിൻ്റെ അകത്തോട്ട് കയറുന്നത്. അപ്പോൾ ഇത് സെൻട്രലൈസ്ഡ് AC അതിൻ്റെ ഒരു പാർട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഡക്റ്റ് വഴിയാണ് ഈ തണുത്ത എയർ ഈ റൂമിൻ്റെ അകത്തോട്ട് എത്തുന്നത്. അത് എല്ലാ റൂമിലോട്ടും, മേ ബി റൂമിൻ്റെ അകത്ത് മാത്രമല്ല, നടക്കുന്ന വഴിയിലൂടെയായിരുന്നാലും അല്ലെങ്കിൽ സ്റ്റെയർ കേസ് വരുന്ന ഭാഗത്തായിരുന്നാലും, അങ്ങനെ ആ റൂമിൻ്റെ എല്ലാ സെക്ഷനിലോട്ടും ഈ തണുത്ത എയറിനെ അല്ലെങ്കിൽ കണ്ടീഷൻ ചെയ്ത എയറിനെ എത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചൂടുള്ള എയർ, ഈ എയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തണുത്ത എയർ ആണെങ്കിൽ അത് താഴോട്ട് ആയിരിക്കും അത് മൂവ് ചെയ്യുന്നത്. അത് ചൂടുള്ള എയർ ഡെൻസിറ്റി കുറയുന്നുണ്ട്, മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മുകളിലോട്ട് വരുന്ന എയറിന് സത്യം പറഞ്ഞാൽ ചൂട് കൂടുതലായിരിക്കും. കമ്പാരിറ്റീവ്ലി ഈ തണുത്ത എയറിനെക്കാളും ചൂട് കൂടുതലായിരിക്കും മുകളിലോട്ട് വരുന്ന എയർ. അപ്പോൾ അതിനെ അബ്സോർബ് ചെയ്ത് ആ എയർ കണ്ടീഷൻ ആ ഡിവൈസസ് ഉള്ള റൂമിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഈ ഡക്റ്റ് വഴിയുള്ള ഒരു പ്രോസസ്സാണ്. ഇവിടെ ഈ എയർ കണ്ടീഷൻ സിസ്റ്റത്തിൽ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ ഇൻഡിവിജ്വലായിട്ട് AC ഉള്ള AC ഡിവൈസ് ഓരോ റൂമിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പകരം ഈ വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റത്തിലുള്ള ഡിവൈസ് എല്ലാം കൂടെ ഒരു വലിയൊരു റൂമിൽ അവർ അറേഞ്ച് ചെയ്യും. വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിലുള്ള ഡിവൈസ് എന്ന് പറഞ്ഞാൽ കംപ്രസർ, ഇവാപ്പറേറ്റർ, കണ്ടൻസർ, കാപ്പിലറി ട്യൂബ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ വാൾവ് എന്നീ ഡിവൈസാണ്. അപ്പോൾ ഈ ഡിവൈസ് എല്ലാം ഉൾക്കൊള്ളിച്ച് അതിൻ്റെ ഹെവി ഡ്യൂട്ടി കംപ്രസർ അല്ലെങ്കിൽ ഹെവി ഡ്യൂട്ടി കണ്ടൻസർ എന്നീ ഡിവൈസുകളെല്ലാം കൂടി ഒരു റൂമിലായിട്ട് അവർ അറേഞ്ച് ചെയ്യും, വലിയൊരു റൂമിലായിട്ട് അറേഞ്ച് ചെയ്യും. അതിനെയാണ് ഈ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ സിസ്റ്റത്തിൻ്റെ മെയിൻ റൂം എന്ന് പറയുന്നത്.
ഈ റൂമിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഈ എയറിനെ തണുപ്പിക്കുന്നത്, അതിനെ കണ്ടീഷൻ ചെയ്യുന്നത്. അവിടെ വെച്ച് തണുപ്പിച്ച് കണ്ടീഷൻ ചെയ്ത എയറിനെയാണ് ഈ ഡക്റ്റ് വഴി ആ ബിൽഡിങ്ങിലുള്ള ബാക്കി ഏരിയയിലോട്ടെല്ലാം, ബാക്കി എല്ലാ റൂമിലോട്ടും എത്തിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ സെൻട്രലൈസ്ഡ് AC അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ സിസ്റ്റത്തിൻ്റെ ബേസിക് ലോജിക് എന്ന് പറയുന്നത്. അപ്പം ഇൻഡിവിജ്വൽ എയർ കണ്ടീഷൻ സിസ്റ്റം ഓരോയിടത്ത് ഓരോ റൂമിലായിട്ട് പ്ലേസ് ചെയ്യുന്നതിന് പകരം ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം അവരുണ്ടാക്കിയെടുക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആ ബിൽഡിംഗ് ഉണ്ടാക്കി തുടങ്ങുന്ന സമയത്ത് തന്നെ, അതിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഡക്റ്റൊക്കെ അത് ഉണ്ടാക്കേണ്ടതായിട്ട് വരും, ഡക്റ്റൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാതെ എല്ലാ വയറിങ്ങും എല്ലാം കഴിഞ്ഞ് പെയിൻറ്റിങ്ങും കഴിഞ്ഞതിന് ശേഷം ഈ ഡക്റ്റുകളെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതിന് മുന്നേ തന്നെ ഈ ഡക്റ്റുകളെല്ലാം കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് അതിനെ കൂടെ മറയ്ക്കണം. നമ്മൾ ഷോപ്പിലൊക്കെ ചെല്ലപ്പം ഈ ഡക്റ്റൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കാരണം ഇത് ഈ ഡക്റ്റിൻ്റെ താഴെയായിട്ട് അവർ കവർ വെച്ച് ആ റൂമിൻ്റെ ഫ്ലോറിങ് അവർ വയ്ക്കും. അപ്പോൾ ആ കവറും കൂടെ വെച്ചിട്ട് ബാക്കി ഇതെന്ന് പറയുന്ന ആ ഇതാണ് റൂഫിൻ്റെ ആ ഒരു പോർഷനാണ് ഈ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഈ ഡക്റ്റ് എല്ലാം വരുന്നത്. ഈ ഡക്റ്റിൽ നിന്നുള്ള ഓപ്പണിംഗ് ആണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഈ ഭാഗം എല്ലാം മറച്ചു വെച്ചിരിക്കും. അതിൻ്റെ താഴെയായിട്ട് ഒരു ലെയർ കാണും, അത് വെച്ചൊക്കെ മറച്ചു വെച്ചിരിക്കും. നമുക്കിതൊന്നും നേരിട്ട് കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ, അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനുള്ള ഈ ഡക്റ്റുകളും കൂടെ അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ ഇതിലൂടെയായിരിക്കും സംഭവം വരുന്നത്. ഇവിടെ ഈ ഫിഗർ നോക്കുക. ഇത് എക്സാമിന് പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുത്ത ഒരു ഫിഗർ മാത്രമാണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓരോ ഫിഗറിലും ഓരോ രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഫിഗർ നിങ്ങൾ പഠിക്കാനോ അത് വരച്ച് വെക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി എന്തൊക്കെയാണ് സംഭവമെന്ന്. ഇവിടെ ഇപ്പോൾ നമ്മുടെ കണ്ടൻസർ കോയിലുണ്ട്, അതായത് ഈ റെഫ്രിജറൻറ്റിനെ തണുപ്പിക്കാനുള്ള കണ്ടൻസർ കോയിലുണ്ട്. ഇവിടെ ഒരു കംപ്രസറുണ്ട്. ഈ കംപ്രസർ എന്ന് പറഞ്ഞാൽ വളരെ ഹെവി ഡ്യൂട്ടി കംപ്രസറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കണ്ടൻസർ കോയിൽ എന്ന് പറയുന്നതും ഒരു ഹെവി ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു ലാർജ് സ്കെയിലുള്ള ഒരു കണ്ടൻസർ കോയിലായിരിക്കും. അത് മേ ബി കൂളിംഗ് ടവേഴ്സ് എല്ലാം ഈ കണ്ടൻസറിൻ്റെ കൂടെ തന്നെ കാണും. ഈ കൂളിംഗ് ടവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ തണുപ്പിന് കണ്ടൻസറിന്, അതായത് റെഫ്രിജറൻറ്റിനെ തണുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സെപ്പറേറ്റ് ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം, ഈ കൂളിംഗ് ടവർ. അപ്പോൾ ഈ കൂളിംഗ് ടവറും കൂടെ വച്ചിട്ടുള്ള ഒരു കണ്ടൻസറൊക്കെ ആയിരിക്കും ഈ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. ഈ ഒരു ഫിഗറിൽ ഈ കൂളിംഗ് ടവറൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ആക്ച്വലായിട്ട് ഈ കൂളിംഗ് ടവർ എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലൊക്കെ ഇരിക്കും. ഇത് സാധാരണ ബിൽഡിങ്ങിൻ്റെ മുകളിൽ പുറത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും ഈ കൂളിംഗ് ടവർ എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവഴിയാണ് റെഫ്രിജറൻറ്റിലുള്ള ഹീറ്റ് എനർജി പുറത്തോട്ടെല്ലാം കളയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് ബേസിക് കണ്ടൻസർ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൻ്റെ കൂടെയുള്ളതാണ് കൂളിംഗ് ടവർ എന്നൊക്കെ പറയുന്നത്. ഇത് ഉപയോഗിച്ചാണ് റെഫ്രിജറൻറ്റിനെ തണുപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഈ കണ്ടൻസറിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. അപ്പോൾ ഇങ്ങനത്തെ ഡിവൈസ് എല്ലാം ഈ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളിൽ കാണും. അത് ഈ ഫിഗറിലില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ചേർത്ത് ഇവിടെ ഇവാപ്പറേറ്റർ കോയിൽ വെച്ചിട്ടുണ്ട്. ആ ഇവാപ്പറേറ്റർ കോയിൽ വെച്ചിട്ടുണ്ട്. ആ ഇവാപ്പറേറ്റർ കോയിൽ ഉപയോഗിച്ചാണ് എയറിൽ നിന്നുള്ള ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് പുറത്തോട്ട് കളയുന്നത്. അപ്പോൾ എയറിൽ നിന്ന് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് അതിനെ തണുപ്പിക്കുക എന്ന പ്രോസസ്സാണ് ഇവിടെ നടത്തുന്നത്. മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ എയറിനെ തണുപ്പിക്കുക എന്ന പ്രോസസ്സ് മാത്രമല്ല ഈ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ എയറിനെ കണ്ടീഷൻ ചെയ്യുക എന്ന പ്രോസസ്സും കൂടെ ഉണ്ട്. അതായത് ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയൊക്കെ റിമൂവ് ചെയ്യുക, എന്തെങ്കിലും വൈറസ് ബാക്ടീരിയ ജേംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ എയറിലുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക, പിന്നെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യുക. ഇങ്ങനത്തെ പ്രോസസ്സും കൂടെ ഈ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ ആ സംഭവങ്ങളെല്ലാം വരുന്നത് ഈ ഒരു സെക്ഷൻ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് എന്ന് പറയുന്ന ആ സെക്ഷനിലാണുള്ളത്. ഇവിടെ ഇതിവിടെ കാണാം നിങ്ങൾക്ക് റിട്ടേൺ എയർ ഡക്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ റൂമിൻ്റെ അകത്തുള്ള ചൂട് എയറിന്, അതായത് കുറച്ച് കോൾഡ് എയർ അല്ലാത്ത നോർമലായിട്ടുള്ള എയറിനെ അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ആ അബ്സോർബ് ചെയ്ത എയറിനെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഡക്റ്റ് വഴി തന്നെ കളക്ട് ചെയ്ത് ഇവിടെ എത്തിക്കും. അതിനെ ബ്ലോവർ ഉപയോഗിച്ച് ഈ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റിലൂടെ അതിനെ കടത്തിവിടും. ഇവിടെ ബ്ലോവർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ പ്രഷർ, ഈ കൊണ്ടുവരുന്ന എയറിൻ്റെ പ്രഷർ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് ബ്ലോവർ എന്ന ഡിവൈസ് ഉപയോഗിക്കുന്നത്. അതുപയോഗിച്ച് ഈ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റിലൂടെ ആ എയറിനെ കടത്തിവിടും. എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റിൽ വെച്ചിട്ടാണ് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യുന്നതും പിന്നെ ജേംസിൻ്റെ ബാക്ടീരിയസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നതും. അങ്ങനെ റിമൂവ് ചെയ്ത് ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്ത് കണ്ടീഷൻ ചെയ്ത എയറിനെയാണ് പിന്നെ ഈ ഇവാപ്പറേറ്റർ കോയിലിൻ്റെ അടുത്തൂടെ കടത്തിവിട്ട് അതിനെ തണുപ്പിക്കുന്നത്. ആ തണുപ്പിച്ച എയറിനെ ആയിരിക്കും ഡക്റ്റ് വഴി ഫ്രഷായിട്ട് കെട്ടിടത്തിൻ്റെ ഓരോ സെക്ഷനിലോട്ടും ഓരോ റൂമിലോട്ടും എല്ലാം കടത്തിവിടുന്നത്. ഈ കടന്നു പോകുന്ന കണ്ടീഷൻഡ് എയറാണ് ഈ കാണുന്ന ഡക്റ്റ് വഴി ഓരോ റൂമിലോട്ട് എത്തുന്നത്. ഈ റൂമിലോട്ട് എത്തുന്ന എയർ ഈ കാണുന്ന ഈ പോർഷൻ, ഈ ചെറിയ വിൻഡോ എന്ന് പറയുന്ന ആ പാനൽ വഴി റൂമിൻ്റെ അകത്തേക്ക് കടക്കുന്നു. അത് ഫുൾ ടൈം 24 മണിക്കൂറും ഇങ്ങനെ തണുത്ത എയർ ഇതുവഴി വന്നുകൊണ്ടിരിക്കത്തില്ല. ഒരു 10-15 മിനിറ്റ് തണുത്ത എയർ വന്നിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷം ഈ റൂമിലുള്ള ഹോട്ട് എയർ, അതായത് ഈ തണുത്ത എയർ അല്ലാത്ത എയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കളക്ട് ചെയ്യാനും ഈ ഒരു വിൻഡോ വഴിയാണ് അത് ഉപയോഗിക്കുന്നത്. അങ്ങനെ കളക്ട് ചെയ്യുന്ന എയറും ഈ ഡക്റ്റ് വഴി തിരിച്ച എയർ കണ്ടീഷൻ്റെ റൂം, ആ മെയിൻ
സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ റൂമിൻ്റെ മെയിൻ റൂമിലോട്ട് എത്തിക്കും. ആ റൂമിലോട്ട് എത്തിക്കുന്നതാണ് ഈ വഴി എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഈ കാണുന്ന ഈ ഒരു വിൻഡോ വഴി തണുത്ത എയറിനെ റൂമിൻ്റെ അകത്തേക്ക് കയറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ ചൂട് എയറിനെ കളക്ട് ചെയ്യുന്നതും ഈ ഒരു പ്രോസസ്സ് ഈ ഒരു വിൻഡോ വഴി തന്നെയായിരിക്കും. അങ്ങനെ കളക്ട് ചെയ്യുന്ന എയറിനെയാണ് തിരിച്ച് ആ മെയിൻ റൂമിലേക്ക്, സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ സിസ്റ്റത്തിൻ്റെ മെയിൻ റൂമിലേക്ക് കൊണ്ടുവന്ന് അതിനെ കണ്ടീഷൻ ചെയ്ത് വീണ്ടും തണുത്ത എയറായിട്ട് മാറ്റി അതിനെ ഈ ഡക്റ്റ് വഴി ആ റൂമിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ സൈക്കിളായിട്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഈ എയർ എന്നുള്ളത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതാണ് സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ രീതി എന്ന് പറയുന്നത്. ഈ ഫിഗറും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഈ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മാത്രം മനസ്സിലാക്കി, അത് മാത്രം മതി. അതൊരു 3-4 സെൻറ്റൻസിൽ എഴുതാമെന്നുള്ളതേ ഉള്ളൂ. സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. സാധാരണ ഈ നമ്മൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട എയർ കണ്ടീഷനിങ്, സാധാരണ AC-യുടെ കപ്പാസിറ്റി മോർ ദാൻ 20 ടൺ ആവുന്ന അവസ്ഥയിലാണ് സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ സിസ്റ്റം ഓപ്റ്റ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ 20 ടണ്ണിനേക്കാളും കൂടുതൽ കപ്പാസിറ്റിയുള്ള AC വേണ്ട സമയത്താണ് സാധാരണ ഈ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ സിസ്റ്റത്തിലോട്ട് ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വലിയ ബിൽഡിങ്സിലെല്ലാം സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. നമ്മുടെ വീടുകളിലൊന്നും സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ സിസ്റ്റത്തിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ വീട്ടിലൊക്കെ മേ ബി 2 അല്ലെങ്കിൽ മാക്സിമം 3 ടണ്ണ് AC-യുടെ ആവശ്യമേ ഉള്ളൂ. മോർ ദാൻ 20 ടണ്ണ് AC വരുന്ന സമയത്താണ് ഈ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ സിസ്റ്റം എന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് ആൾക്കാർ പോകുന്നത്. അപ്പോൾ ഇതാണ് സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ AC എയർ കണ്ടീഷണർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു വലിയ റൂമിൻ്റെ അകത്ത് ഈ ഡിവൈസുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കും. വലിയ ഹെവി ഡ്യൂട്ടി ഡിവൈസ്, അതിപ്പോൾ കംപ്രസർ ആയിരുന്നാലും കണ്ടൻസർ ആയിരുന്നാലും ഇവാപ്പറേറ്റർ കോയിലായിരുന്നാലും കുറച്ച് ഹെവി ഡ്യൂട്ടി ഡിവൈസുകളായിരിക്കും വെച്ചിരിക്കുന്നത്. അത് ഉപയോഗിച്ച് ആ കെട്ടിടത്തിലുള്ള മുഴുവൻ എയറിനെയും കണ്ടീഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഡിവൈസസിന് കാണും. അതുപയോഗിച്ച് കണ്ടീഷൻ ചെയ്ത എയറിനെ ഈ ഡക്റ്റ് വഴി ഓരോ റൂമിലോട്ട് എത്തിക്കുകയും ചെയ്യും. അതേ ഡക്റ്റ് വഴി തന്നെ ചൂട് എയറിനെ കളക്ട് ചെയ്ത് ഈ കണ്ടീഷൻ ചെയ്യാനുള്ള ആ ഡിവൈസ് ഇരിക്കുന്ന റൂമിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സംഭവമാണ് സെൻട്രൽ എയർ കണ്ടീഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ഇവിടെ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം കംപ്രസർ എന്ന് പറയുന്ന ഡിവൈസ്, നമ്മുടെ വേപ്പർ കംപ്രഷൻ സിസ്റ്റം ബേസ് ചെയ്താണ് ഈ സെൻട്രൽ എയർ കണ്ടീഷൻ സിസ്റ്റവും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്രസർ എന്ന ഡിവൈസ് ഉണ്ട്. പിന്നെ കണ്ടൻസർ ഉണ്ട്, റെഫ്രിജറൻറ്റിൽ നിന്ന് ഹീറ്റിനെ റിജക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്ത് പുറത്തോട്ട് കളയാനായിട്ടുള്ള കണ്ടൻസർ ഉണ്ട്. അങ്ങനെ അത് ഉപയോഗിച്ചാണ് റെഫ്രിജറൻറ്റിനെ കണ്ടൻസ് ചെയ്തെടുക്കുന്നത്, ലിക്വിഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. വേപ്പറിൽ നിന്ന് ലിക്വിഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന കണ്ടൻസർ ഉപയോഗിച്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കൂളിംഗ് ടവേഴ്സ് ഉണ്ട്. കൂളിംഗ് ടവേഴ്സ് എന്ന് പറഞ്ഞാൽ തണുപ്പിക്കാനായിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഡിവൈസിനാണ് കൂളിംഗ് ടവർ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവാപ്പറേറ്റർ അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിൽസ് ഉണ്ട്. ഇവാപ്പറേറ്റർ അല്ലെങ്കിൽ കൂളിംഗ് കോയിൽ എന്ന് പറഞ്ഞാൽ എയറിനെ തണുപ്പിക്കാനാണ് ഇവാപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അതേസമയം നമ്മുടെ ഫോറിൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ മേ ബി ഹീറ്റിംഗ് കോയിൽസിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ ഹീറ്റിംഗ് കോയിൽസിൻ്റെ ആവശ്യമില്ല. കാരണം ഇവിടെ എപ്പോഴും സാധാരണ നമ്മുടെ നാട്ടിൽ എപ്പോഴും ഈ മാളിലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ കൂളിംഗ് കോയിൽസ് മാത്രം മതി, ഹീറ്റിംഗ് കോയിൽസിൻ്റെ ആവശ്യമില്ല. പക്ഷേ പുറം രാജ്യങ്ങളിലാണെങ്കിൽ അവിടെയൊക്കെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നോർമൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മേ ബി 4 or 5 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും. പക്ഷേ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ വേണ്ട ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 18 അല്ലെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കേസിലാണെങ്കിൽ എയറിനെ ചൂടാക്കേണ്ടതുണ്ട്. അങ്ങനെ ചൂടാക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോഴാണ് ഹീറ്റിംഗ് കോയിൽസ് ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് സ്റ്റീമിനെ എയറിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്താണ് അതിനെ ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഹീറ്റിംഗ് കോയിൽസ് മേ ബി കാണും. പിന്നെ ബ്ലോവർ വിത്ത് മോട്ടർ, അതായത് ഈ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന എയറിനെ ഈ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റിലൂടെ കടത്തി വിടണമെങ്കിൽ അതിന് കുറച്ചൊരു പ്രഷർ ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് ബ്ലോവർ എന്ന ഡിവൈസ് ഉള്ളത്. പിന്നെ ആ ബ്ലോവർ വർക്ക് ചെയ്യാനായിട്ട് ഒരു മോട്ടറും കാണും. പിന്നെ ഹ്യൂമിഡിഫിക്കേഷനും ഡീഹ്യൂമിഡിഫിക്കേഷനും കൂളിങ്ങിനും ഹീറ്റിങ്ങിനും വേണ്ടിയുള്ള പല ടൈപ്പ് സ്പ്രേസ് കാണും. ഈ സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ഡ്രൈയിങ് ഏജൻസിലൂടെ കടത്തിവിടുമ്പോഴായിരിക്കും ആ എയർ ഡീഹ്യൂമിഡിഫൈ ആവുന്നത്. അതേസമയം വാട്ടർ വേപ്പർ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഹ്യൂമിഡിഫൈ ആവും. അപ്പോൾ അതിന് വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം കാണും. പിന്നെ ബാക്കി ഫിൽറ്റേഴ്സ് എല്ലാം കാണും. എയർ കണ്ടീഷൻ ചെയ്യാനായിട്ട്, എയറിനെ കണ്ടീഷൻ ചെയ്യാനായിട്ട് ഫിൽറ്റേഴ്സും ഓഡർ റിമൂവിങ് എക്യുപ്മെൻറ്റ്, ഫൗൾ സ്മെല്ലൊക്കെ റിമൂവ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം കാണും. പിന്നെ ഇതിനെല്ലാം കൂടെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു കൺട്രോൾ ഡിവൈസ്, അതായത് ഒരു ഇലക്ട്രോണിക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കൺട്രോൾ ആയിരിക്കും ഈ ഡിവൈസുകളെല്ലാം. അതിന് വേണ്ടിയുള്ള ഒരു കൺട്രോൾ ഡിവൈസും കൂടെ ഉണ്ടായിരിക്കും. ഇത് പ്യുവർലി ഇലക്ട്രോണിക്സ് ആണ് കൺട്രോൾ ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കമ്പോണൻസ് ആണ് സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ സിസ്റ്റത്തിൽ ഉള്ളതെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസ് നോക്കാം. ഇതിൻ്റെ അഡ്വാൻറ്റേജ്, മെയിനായിട്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഓരോ റൂമിലും 1-2 വീതം AC ഫിറ്റ് ചെയ്യുന്നതിന് പകരം
ഈ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനാണ് സത്യം പറഞ്ഞാൽ കുറച്ചും കൂടെ ലാഭകരമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓരോ എ സി, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരു എ സി എന്ന് പറഞ്ഞാൽ 30,000 40,000 റുപ്പീസ് ആവും. ഇപ്പോൾ പോത്തീസ് പോലുള്ള സ്ഥാപനത്തിൽ ഓരോ റൂമിലും ഓരോ സെക്ഷനിലും ഒരുപാട് ഇങ്ങനത്തെ 30,000 40,000 എ സി കൊണ്ട് ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ ഇനിഷ്യൽ കോസ്റ്റ് വരുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം അതേസമയം സെൻട്രലൈസ്ഡ് എ സി ആണെങ്കിൽ അത്രയും കോസ്റ്റ് വരുന്നില്ല. അപ്പോൾ ഇനിഷ്യൽ കോസ്റ്റ് കുറവാണ്, അത് ഒരു അഡ്വാൻറ്റേജ്. പിന്നെ എക്യുപ്മെൻറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ വലിയ ക്രിട്ടിക്കലല്ല. കാരണം ഈ സെൻട്രലൈസ്ഡ് എ സി എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് റൂമിൽ തന്നെ ആയിരിക്കും. ആ റൂമെന്ന് പറയുന്നത് സാധാരണ ഈ കെട്ടിടത്തിൻ്റെ മണ്ടയിലൊക്കെ ആയിരിക്കും, ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലൊക്കെ ആയിരിക്കും ഈ എയർ കണ്ടീഷണർ എന്ന് പറയുന്ന അതിൻ്റെ ബേസിക് ഏറ്റവും മെയിനായിട്ട് റൂം വരുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ എക്യുപ്മെൻ്റ് സ്പേസ് ഒന്നും അത്രത്തോളം ഇഷ്യൂ അല്ല. സാധാരണ ഇത് ടെറസിലൊക്കെയാണ് ചില കമ്പനീസ് കൊണ്ട് വയ്ക്കുന്നത്. ഈ എയർ കണ്ടീഷനിങ് ഉള്ള സിസ്റ്റംസിനുള്ള ഡിവൈസ് എല്ലാം ടെറസിലൊക്കെ ആയിരിക്കും കൊണ്ട് വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എക്യുപ്മെൻ്റ് സ്പേസ് എടുക്കുന്ന ആ ഒരു എണ്ണം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ റണ്ണിങ് കോസ്റ്റ് കുറവാണ്, മറ്റേതിനേക്കാളും പവർ കൺസംപ്ഷൻ കുറവായിരിക്കും ഈ ഒരു മെത്തേഡിന്. പിന്നെ നമ്മുടെ റൂമുകളിലൊന്നും നോയ്സ് വരുന്നില്ല. കാരണം എ സി വർക്ക് ചെയ്യുമ്പം കുറച്ച് നോയ്സൊക്കെ വരുന്നതാണ്. എ സി വീട്ടിലുള്ളവർക്കറിയാം, തുടക്കത്തിലൊന്നും വലിയ നോയ്സ് ഒന്നും വലിയ സൗണ്ടോ ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ കാലാകാലം ഉപയോഗിക്കും തോറും ചിലപ്പോൾ അതിൽ നിന്ന് സൗണ്ടൊക്കെ വരുന്നതാണ്. മാത്രമല്ല കംപ്രസറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എയർ കണ്ടീഷനിൽ നിന്ന് സൗണ്ടൊക്കെ വരുന്നതാണ്. പക്ഷെ അങ്ങനത്തെ സൗണ്ടൊന്നും ഈ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനത്തിൽ വരത്തില്ല. കാരണം ഈ സൗണ്ട് എല്ലാം ഉണ്ടാകുന്നത് ആ മെയിൻ എ സി മെയിൻ എയർ കണ്ടീഷൻ റൂം എന്ന് പറയുന്ന ആ ഡിവൈസുകളൊക്കെ ഇരിക്കുന്ന റൂമിൽ മാത്രമേ സൗണ്ട് വരുന്നുള്ളൂ. അല്ലാതെ കെട്ടിടത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലൊന്നും നോയ്സ് ഒന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നോയ്സ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ലിമിറ്റേഷൻസ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഈ ഡക്റ്റ് എന്ന് പറയുന്ന ആ സംഭവം അത് ഈ കെട്ടിടത്തിൻ്റെ എല്ലാ ഭാഗത്തിലും എല്ലാ റൂമിൻ്റെ എല്ലാ ഭാഗത്തോട്ടൊക്കെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അത് തന്നെ ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്തായിരിക്കണം ഈ ഡക്റ്റും കൂടെ ഉണ്ടാക്കേണ്ടത്. എല്ലാ ഇൻറ്റീരിയറും ചെയ്ത് പെയിൻറ്റിങ്ങും കഴിഞ്ഞ് വയറിങ്ങും കഴിഞ്ഞ് ബൾബും എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം എല്ലാ ഡക്റ്റ് വയ്ക്കേണ്ടത്. ഇതെല്ലാം ചെയ്യുന്നതിന് മുന്നെയാണ് ഈ ഡക്റ്റുകൾ അവിടെ കൊണ്ട് വയ്ക്കേണ്ടത്. ഈ ഡക്റ്റ് എന്ന് പറയുന്നത് ഈ സംഭവത്തിനാണ് ഡക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് വരുന്നതുകൊണ്ട് ഒരുപാട് സ്പേസ് അതങ്ങ് എടുക്കും. നമ്മുടെ റൂമിൻ്റെ മുകളിൽ തന്നെ ഒരു മീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്റർ ഹൈറ്റിൽ അത്രത്തോളം ഡക്റ്റുകൾ അങ്ങ് കൺസ്യൂം ചെയ്യും. ബാക്കി ഹൈറ്റ് മാത്രമേ ആ റൂമിന് കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഡക്റ്റ് കൂടുതൽ സ്പേസ് എടുക്കുന്നതാണ്. എല്ലാ റൂമിൻ്റെ മുകളിലത്തെ ഭാഗത്ത് കുറച്ച് സ്പേസ് ഈ ഡക്റ്റ് കൺസ്യൂം ചെയ്യും. പിന്നെ ഓരോ റൂമിനും സെപ്പറേറ്റ് ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. ആ കെട്ടിടത്തിന് മൊത്തമായിട്ട് ഒരു ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാമെന്നല്ലാതെ ഓരോ റൂമിലോട്ടും ടെമ്പറേച്ചർ എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഹ്യൂമിഡിറ്റി എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നൊരു പ്രോസസ്സ് ഈ ഒരു സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം വെച്ച് നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ എല്ലാ റൂമിനും ഒറ്റ ടെമ്പറേച്ചർ, യൂണിഫോം ടെമ്പറേച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഹ്യൂമിഡിറ്റിയും യൂണിഫോം ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓരോ റൂമിനും സെപ്പറേറ്റ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ സെപ്പറേറ്റ് ടെമ്പറേച്ചർ എന്ന രീതി നമുക്കിതിൽ കൊണ്ടുവരാൻ അച്ചീവ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഇതിനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാമിന് സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ സിസ്റ്റം സെൻട്രൽ എയർ കണ്ടീഷൻ സിസ്റ്റം ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ ബേസിക് ലോജിക്ക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് മേ ബി 3-4 സെൻറ്റൻസിൽ നിങ്ങൾക്ക് എഴുതാം. അതിൻ്റെ കൂടെ അതിലുപയോഗിക്കുന്ന കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഇത്രയും മാത്രം എഴുതിയാൽ മതി. അല്ലാതെ ഫിഗർ ഒരുപാട് വരയ്ക്കാനോ അല്ലെങ്കിൽ അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കിംഗ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇത് മിക്കവാറും 3-4 മാർക്സിനെ ചോദിക്കുള്ളൂ. എന്താണ് സെൻട്രൽ എയർ കണ്ടീഷൻ സിസ്റ്റം എന്ന് 3-4 മാർക്സിന് ചോദിക്കത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് എഴുതാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന ഡിവൈസുകളെല്ലാം നമ്മുടെ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് വരുന്ന ഡിവൈസുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അഡീഷണൽ ആയിട്ട് ഈ ബ്ലോവർ വിത്ത് മോട്ടോർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാത്രമേ അഡീഷണൽ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ കൺട്രോൾ ഡിവൈസ് അതൊക്കെ മാത്രമേ അഡീഷണൽ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഈ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ പഠിച്ച അതേ ഡിവൈസുകൾ തന്നെയാണ് ഇതിലും വരുന്നത്. അപ്പോൾ ഇതാണ് സെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ സെൻട്രൽ എയർ കണ്ടീഷൻ സിസ്റ്റം എന്ന് പറയുന്ന മെത്തേഡ്. ഇത് വലിയ കെട്ടിടങ്ങളൊക്കെയാണ് വലിയ ഷോപ്പിംഗ് മാളുകളിലും ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും അല്ലെങ്കിൽ തിയേറ്റർ ബിൽഡിങ്സിലുമൊക്കെയാണ് ഈ സെൻട്രൽ എയർ കണ്ടീഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഒരു ടോപ്പിക്കും കൂടെ നമ്മുടെ ഈ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അടുത്ത വീഡിയോ നമുക്ക് പമ്പ് എന്ന ആ ഒരു ടോപ്പിക്കായിരിക്കും നമുക്ക് അടുത്ത വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.